ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇലയപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് ഞാൻ ഒരു തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 250 ശർക്കര ചിരകി ഇട്ടിട്ടുണ്ട്. ഇത് നമ്മൾ മറയൂർ ടൂറിന് പോയപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചതാണ്, ശർക്കര ഫാക്ടറിയിൽ നിന്ന്. അപ്പോൾ അവിടെ നിന്ന് ഇതിങ്ങനെ പൊടിയായിട്ടാണ് തന്നത്. അതിലേക്ക് ഞാനൊരു 4 ഏലക്ക കൂടെ ചതച്ചിട്ടിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കെടുക്കാം. ഇപ്പോൾ ഞാൻ പത്തിരിക്കൊക്കെ മാവ് കുഴയ്ക്കുന്നത് പോലെ കുറച്ചും കൂടെ ലൂസായിട്ട് മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. അരിമാവാണ് എടുത്തേക്കുന്നത്. അതിന് നമുക്ക് ഒരു ഇല വെച്ച് അതിലിങ്ങനെ പരത്തിയെടുക്കാം. അതിന് നോർമൽ എല്ലാവരും ഉപയോഗിക്കുന്നത് വട്ടത്താമര എന്ന് പറയുന്ന ഒരു മരത്തിൻ്റെ ഇലയാണ് ഇലയപ്പത്തിന് ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്നത്. ഇപ്പോൾ എൻ്റെ കയ്യിൽ അതില്ലാത്തത് കൊണ്ട് ഞാൻ വാഴയിലയാണ് എടുത്തേക്കുന്നത്. അത് നന്നായിട്ട് കൈ കൊണ്ട് ഇങ്ങനെ പരത്തി കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന തേങ്ങയുടെ മിക്സ് അതിലേക്ക് വെച്ച് കൊടുക്കാം. വെച്ച് നന്നായിട്ട് ഇങ്ങനെ അതിൻ്റെ സൈഡെല്ലാം ഇങ്ങനെ കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അതിൽ കൂടെ ശർക്കരയൊക്കെ മെൽറ്റായി പുറത്തു പോകും. ഗ്യാപ്പ് എല്ലാം ഫില്ല് ചെയ്ത് ഇങ്ങനെ കൈ കൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇഡ്ഡലി പാത്രത്തിലേക്ക് വെള്ളം വെച്ച് തിളച്ച് വരുമ്പോൾ ഇതെല്ലാം വെച്ച് നന്നായിട്ട് അടച്ചു വയ്ക്കാം. ഒരു 20 മിനിറ്റ് ഇത് നന്നായിട്ട് കുക്കാവണം. ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞു, നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ കഴിക്കാം. കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോൾ ചായയുടെ കൂടെയൊക്കെ കൊടുക്കാൻ പറ്റിയ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സാണിത്. എല്ലാവരും അവരുടെ വീട്ടിൽ ട്രൈ ചെയ്യണം. ഇത് വളരെ ടേസ്റ്റാണ്. ഇപ്പോൾ ശർക്കര ഇല്ലാത്തവർക്ക് ഇതിന് പകരം പഞ്ചസാര വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. ശർക്കര ആകുമ്പോൾ കുറച്ചും കൂടെ ഹെൽത്തിയാണ്, അതുകൊണ്ടാണ് ഞാൻ ശർക്കര പറഞ്ഞത്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ഇത് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കണം. ഓക്കെ, ബൈ ബൈ.